ഇവിടെ എപ്പോഴും നല്ല കാറ്റാണല്ലേ? ഇതെപ്പോഴും അച്ഛന് തുറന്നിടുന്നത് ഇഷ്ടം. അടച്ചപ്പ വഴക്ക് പറയും. ആ, നല്ല കാറ്റും വെളിച്ചമൊക്കെ ഉണ്ട്, അതായിരിക്കും. ഇതെന്താ ബോർഡൊക്കെ? ഇവിടെ ക്ലാസ് വല്ലതും ഉണ്ടോ? അച്ഛൻ പഴയ കണക്ക് സാറായിരുന്നു. ഇവിടെ പിള്ളേർക്ക് ട്യൂഷനൊക്കെ ഉണ്ട്. ഓ, അപ്പോൾ ഭയങ്കര ബഹളമൊക്കെ ആയിരിക്കും അല്ലേ? എനിക്ക് ബഹളം അത്ര ഇഷ്ടമല്ല, അതാ ഞാൻ സിറ്റിയിൽ നിന്ന് മാറി ഇതുപോലൊരു സ്ഥലത്ത് വീട് നോക്കിയേ. ഏയ് ഇല്ല, ട്യൂഷൻ വീക്കെൻഡ്സിലേ ഉള്ളൂ. പിന്നെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റാ, അതൊരു ക്ലാസ്സും സൈലന്റ് ആയിരിക്കും. അച്ഛൻ ഒരുപാട് വായിക്കുന്ന കൂട്ടത്തിലാന്ന് തോന്നുന്നു. ഞാനൊരു എഴുത്തുകാരനാണ്. എൻ്റെ പുതിയ വർക്ക് സ്വസ്ഥമായിരുന്നു എഴുതാൻ ഒരു സ്ഥലം, അതാണ് ഞാൻ നോക്കുന്നത്. പക്ഷെ ഇവിടുത്തെ ആംബിയൻസ് കൊള്ളാം, എനിക്ക് പറ്റിയതാ. ഇതാ അച്ഛൻ്റെ ഫേവറേറ്റ് പ്ലേസ്. ഇവിടെ ഇരുന്ന് ചിലപ്പോൾ വായിക്കും, ചിലപ്പോൾ ഉറങ്ങും, ചിലപ്പോൾ എഴുതും, ചിലപ്പോൾ കുറേ നേരം ജനലോട്ട് പുറത്തോട്ട് നോക്കി അങ്ങനെ ഇരിക്കും. ആ, നല്ല വ്യൂ ആണല്ലോ. ഈ കാടൊക്കെ കണ്ടിരുന്നാൽ തന്നെ സമയം പോകുന്നത് അറിയില്ല. അത് സത്യമാ. പക്ഷെ അച്ഛൻ അങ്ങനെ വെറുതെ നോക്കിയിരിക്കുന്നതല്ല, കാത്തിരിക്കുന്നതാ. ആരെ? എനിക്കൊരു ചേട്ടനും അനിയനും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരോടും ഒരുമിച്ചായിരുന്നു. പപ്പയും മമ്മിയും അച്ഛനും ഞങ്ങളും. ആ കാടിൻ്റെ നടുക്ക് അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ഞങ്ങളെല്ലാവരോടും മീൻ പിടിക്കാൻ പോവായിരുന്നു. ഒരിക്കൽ അതേപോലെ മീൻ പിടിക്കാൻ പോയപ്പോൾ എൻ്റെ അനിയൻ അവനെ ഒഴുക്കിപ്പെട്ടു. രക്ഷിക്കാൻ വേണ്ടി എൻ്റെ ചേട്ടനെ എടുത്ത് ചാടി. മഴക്കാലമായിരുന്നു, നല്ല ഒഴുക്കും ഉണ്ടായിരുന്നു. ഓടി പോലും. അവർ മീൻ പിടിക്കാൻ പോയിട്ട് വരുന്നത് ഇവിടെ ഇരുന്ന് കാണാമായിരുന്നു. പുള്ളിക്കാരൻ അത് ഭയങ്കര ട്രോമയായി. അതൊന്നും റിക്കവർ ആയേ ഇല്ല. ഇടയ്ക്ക് ഇവിടെ നിന്നിട്ട് പിള്ളേർ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞേക്കാം. ബാക്കി എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്യും, ക്ലാസ് വരെ എടുക്കും. പക്ഷെ ഇത് മാത്രം. അല്ലെങ്കിലും നമുക്ക് ഒരുപാട് അറ്റാച്ച്മെൻ്റ് ഉള്ളവർ പോയി കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഇയാളുടെ പപ്പയും മമ്മിയും ഇപ്പോൾ എവിടെയാണ്? ഞങ്ങൾ പണ്ട് റിയാദിലായിരുന്നേ, സൗദിയിൽ. വെക്കേഷൻ വന്നപ്പോഴാ. ആ സംഭവത്തിന് ശേഷം മമ്മിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പപ്പ കൂടെ കൊണ്ടുപോയി. എനിക്ക് പിന്നെ അച്ചാച്ചനെ ഒറ്റയ്ക്കിട്ട് പോകാൻ മടിയായിരുന്നു, അതുകൊണ്ട് ഞാനിവിടെ നിന്നു. ആ, സിബി പറഞ്ഞ ആളല്ലേ? ഇരിക്കി. വീടൊക്കെ ഇഷ്ടമായോ? ആ, അതിനെ പറ്റി പറയായിരുന്നു. നല്ല സ്പേസ് ആണ്. ബാക്കി കാര്യങ്ങളോട് സംസാരിച്ചിരുന്ന എഗ്രിമെന്റ് നമുക്ക്. എഴുത്തുകാരനാണല്ലേ? ആ, എനിക്കും ഈ പുസ്തകമൊക്കെ വായിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അതുമാത്രമല്ല, പുതിയൊരു ലോകം സൃഷ്ടിക്കുന്ന ആൾക്കാരാണല്ലോ നിങ്ങൾ. പുതിയ ബുക്ക് എഴുതുവാണല്ലേ? സിബി പറഞ്ഞായിരുന്നു. നിങ്ങളുടെ തവാങ്ങിലെ സായാഹ്നം ഞാൻ വായിച്ചിട്ടുണ്ട് കേട്ടോ. അതിലെ കഥാപാത്രങ്ങൾ എനിക്കറിയാവുന്ന ആരൊക്കെയോ പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. പക്ഷേ 4-ആയിട്ടും പിള്ളേരെ കണ്ടില്ലല്ലോ. അവരിപ്പോൾ വരുമായിരിക്കും. ആ, വരുന്നുണ്ട്. ഒന്നും കിട്ടിയില്ലെന്ന് തോന്നുന്നു കേട്ടോ. പെണ്ണേ, അവർക്ക് തിന്നാൻ എന്തെങ്കിലും ഉണ്ടോ? ആനെ തിന്നാനുള്ള വിശപ്പോട്ടായിരിക്കും വരുന്നത്. മീര, അതാരാ ഓടിപ്പോയത്? അത് നമ്മുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാൻ വന്ന ആള്. ഹാ, എന്നാ ഇവളുടെ എന്തെങ്കിലും തള്ളുകഥ കേട്ട അയാൾ ഓടിയതായിരിക്കും. ഞാൻ തന്നെ ചുമ്മാ അയാളൊക്കെ ഓടിക്കുന്നേ. മമ്മിയും പപ്പയും മരിച്ച വീടാന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ ഇവിടെ അടുപ്പിക്കാത്ത ഇവളാ. എന്തായാലും നിന്റെ പണി തന്നെ ഉറപ്പാ. പപ്പയും മമ്മിയും മരിച്ച വീട്ടിൽ വേറെ ആർക്കും താമസിച്ചൂടെ? ഇത് ഒത്തിരി കഷ്ടം. എടി, ആ വർത്താനം നീ പറയരുത്. ഇവിടെ വാടകയ്ക്ക് വേറെ ആള് വന്നു കഴിഞ്ഞാൽ അച്ചാച്ചനെ നോക്കാൻ ഒരാളുടെ ആവശ്യമില്ല. അപ്പനെ നിന്നെ കെട്ടിച്ചു വിടാം, അല്ലെ ഇവക്ക് നമ്മളോട് വരേണ്ടി വരും. അത് നടക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഇവളുടെ ഓരോ ഉടായ്പാണിത്. ദേ, അടുത്ത മാസം ഞങ്ങൾ തിരിച്ചു പോകും. പിന്നെ നീ ഇവിടെ ഇരിക്കേണ്ടി വരും. ആജീവനാന്ത കാലം ഇത് മൊത്തം കെട്ടിപ്പിടിച്ചോണ്ട് ഇവിടെ ഇരുന്നു. എന്റെ പിള്ളേരെ ഒന്ന് നിർത്ത്. ആ പയ്യൻ ഇവിടുന്ന് പേടിച്ചു പോയ എന്താണെന്നറിയോ? അത് പിന്നെ പണ്ടെങ്ങാണ്ട് അയാള് ഏതോ റോട്ടിൽ കൂടെ വരുന്ന വഴിക്ക് കുറച്ച് പട്ടികളെല്ലാം കൂടെ അയാൾ ഓടിച്ചു കയറ്റി ഒരു സെമിത്തേരി കയറ്റി. അപ്പൊ അയാൾക്ക് അവിടുന്ന് ബോധം പോയിട്ട് അയാളെ പിറ്റേ ദിവസം കുറെ നാട്ടുകാരെല്ലാരും കൂടെ എടുത്തുകൊണ്ടുപോയിട്ട് അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി.
ഈ ഒരു ട്രോമ അയാളുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ ചിലപ്പോ നമ്മുടെ ടോമിനെ കണ്ടപ്പോ അയാൾക്ക് അത് ഓർമ്മ വന്നിട്ടുണ്ടാവും ആസ് യൂഷ്വൽ. ഉയ്യോ തള്ളുകഥ ഉണച്ചി. അയ്യേ എന്തൊരു തള്ളാടി. നീ ഒരു കാര്യം ചെയ്യ്, ഈ വീടും കെട്ടിപ്പിടിച്ച അച്ചാച്ചന്റെ കൂടെ ഇവിടെ ഇരിക്കും. എനിക്ക് എന്തായാലും നല്ല വിശപ്പുണ്ട്. നീ വരുന്ന ഞാൻ വരുന്നു, എനിക്ക് പറ്റിക്കുന്നു. പിന്നെ കഴിക്കാൻ പോവാ. പെണ്ണിന്റെ ഒരു കാര്യം.